ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് എനാബിളാക്കി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനാബിളാക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് സേമിയ കൊണ്ടൊരു സ്വീറ്റാണ്. അതിനായിട്ട് ഒരു ഫ്രൈ പാനിൽ 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 കപ്പ്, അതായത് 1/4 കപ്പിന് 2 കപ്പ്, അപ്പോൾ 1/2 കപ്പ് സേമിയ പ്ലസ് 2 ടേബിൾ സ്പൂൺ സേമിയ ആണ് ഉണ്ടായത്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ആകെ 10 ടേബിൾ സ്പൂൺ സേമിയ ഉണ്ടാവും. അത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറാൻ വേണ്ടിയാണത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ കുറച്ച് കളറ് മാറിയിട്ടുണ്ട്. ഇത് പോരാ, നല്ല കളറ് ആവണ വരെ ഇളക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അതായത് 1.25 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് തിളച്ച വെള്ളവും പിന്നെ ചൂടും ആയതുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലെയിം ആവി വരണത്. ഇനി നമുക്കിത് സിമ്മിൽ വെച്ച് വേവിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും, ഇത് വേകുകയില്ല. നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, ഒരുവിധം വറ്റിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഈ സേമിയയ്ക്ക് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ കൈവിടാതെ ഇളക്കണം, കാരണം ഇതിൽ വെള്ളമില്ലല്ലോ, വറ്റി. പഞ്ചസാര ഇടുമ്പോൾ ഒരു കൺസിസ്റ്റൻസി ഒന്ന് ലൂസാവും. അത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അത് തിക്കായി വന്നോളും. നമ്മൾ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് കുറച്ചുകൂടി ഒരു മധുരം വേണമെന്ന് തോന്നി. നിങ്ങൾക്ക് കുറച്ച് മധുരം മതിയെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഇതൊരു സ്വീറ്റാണല്ലോ, അപ്പോൾ പിന്നെ ഈ സേമിയയിൽ പിടിക്കുകയും കൂടി ചെയ്യണമല്ലോ, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് 2 ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സും റൈസിൻസും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഫ്രൈ ചെയ്തിട്ട്. ഞാനിപ്പോൾ നടുക്കൊരു ചെറിയും 2-3 നട്ട്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് നട്ട്സ് വേണമെങ്കിലൊക്കെ ഇടാം കേട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഇതിൽ പാലൊന്നും ഒഴിച്ചു കൊടുക്കാത്തതുകൊണ്ട് പാൽ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് കഴിക്കാൻ പറ്റും. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.